ഈ കഥയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് കാളിന്റെ ജനനമാണ്. അതായത് സൂപ്പർമാന്റെ. അവന്റെ ആ കരച്ചിൽ ക്രിപ്റ്റോൺ എന്ന് പറയുന്ന ആ ഗ്രഹത്തിൽ മുഴുവനായിട്ട് മുഴങ്ങി കേൾക്കുന്നുണ്ട്. ആ കരച്ചിൽ കേൾക്കുന്നതോടെ അതിന് മറുപടി എന്നോണം ആ ഗ്രഹത്തിലെ മൃഗങ്ങളൊക്കെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർമാന്റെ അച്ഛനായ എല്ലാണ് സംസാരിക്കുന്നത്. ക്രിപ്റ്റോണിലെ ആളുകളൊക്കെ ഫ്യൂവല് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ക്രിപ്റ്റോണിനെ നല്ല രീതിയിൽ ഖനനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഖനനത്തിന്റെ അളവ് കൂടിയപ്പോൾ തന്നെ ഈ അവരെ വാൺ ചെയ്തതാണ്. ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഗ്രഹത്തിന്റെ കോർ മൊത്തത്തിൽ തകർന്നു പോകുന്നു. പക്ഷെ അയാൾ അന്ന് പറഞ്ഞപ്പോ ആരും അത് വകവെച്ചില്ല. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഖനനം ചെയ്തുകൊണ്ടേയിരുന്നു. അതിന്റെ ഭവിഷ്യത്തൊക്കെ ഇപ്പോൾ ആ ഗ്രഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഗ്രഹത്തിന്റെ കോർ പൂർണ്ണമായിട്ടും തകരാൻ പോവാണ്. അത് അതിന്റെ നാശത്തിലേക്ക് വഴി തെളിക്കത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്ന ആളുകളോടൊക്കെ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ പിന്നെ ഊർജ്ജ സ്രോതസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നായിരുന്നു എന്നാണ് നീ പറയുന്നത് എന്നാണ് അവിടുത്തെ രാജാവൊക്കെ ചോദിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ വാസയോഗ്യമായിട്ടുള്ള ഒരുപാട് ഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടില്ലായിരുന്നു. മാത്രമല്ല അവിടെയൊക്കെ നമ്മൾ ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചതുമാണ്. എന്തായാലും ഇവിടെ ജീവിക്കുന്ന ആളുകൾക്കൊന്നും ഇനി രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. പക്ഷെ നമുക്ക് നമ്മുടെ വംശത്തെ നിലനിർത്തിയേ പറ്റൂ. അതുകൊണ്ട് ആ കോഡക്സിന്റെ നിയന്ത്രണം എനിക്ക് തരൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെയാണ് എൽ പറയുന്നത്. പെട്ടെന്നാണ് അവിടെ ഒരു പൊട്ടിത്തെറി കേൾക്കുന്നത്. അത് ക്രിപ്റ്റോന്റെ ജനറലായ സോഡായിരുന്നു. അയാളും അയാളുടെ അനുയായികളും കൂടെ വന്നിട്ട് അവിടെയുള്ള മുഴുവൻ ആളുകളെയും വെടിവെച്ച് വീഴ്ത്തുന്നു. മാത്രമല്ല അവിടെ ഇരിക്കുന്ന രാജ്ഞിനെ അയാൾ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഇവരുടെ എല്ലാം പിടിപ്പുകേട് കൊണ്ടാണ് ഈ ക്രിപ്റ്റോണിന് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ഇവരാരും ഇനി ഈ ഗ്രഹം ഭരിക്കണ്ട, ഇനി ഭരണമൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. നീ ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഗ്രഹത്തിലാണോ നീ ഭരണം നടത്താൻ പോകുന്നത് എന്നാണ് എൽ ചോദിക്കുന്നത്. ഈ ഗ്രഹം തകർന്നു പോകും എന്ന് എനിക്കും അറിയാം, പക്ഷെ നമുക്ക് നമ്മുടെ വംശത്തെ നിലനിർത്തിയേ പറ്റൂ. അതിന് നിങ്ങൾക്ക് എന്റെ കൂടെ നിന്നൂടെ എന്നാണ് സോഡ് അയാളോട് ചോദിക്കുന്നത്. ഇല്ല സോഡ്, ഒരിക്കൽ നിന്നിലെ മനുഷ്യനെ ഞാൻ മാനിച്ചിരുന്നു, പക്ഷെ നീ സ്വന്തം ആളുകളെയാണ് ഇപ്പൊ കൊന്നുകളഞ്ഞത്. അതുകൊണ്ട് തന്നെ നീ ഇപ്പൊ ഒരു ചെകുത്താനായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ചെകുത്താന്റെ കൂടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് എൽ പറയുന്നത്. അയാൾ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സോഡിനാണെങ്കിൽ ശരിക്കും നിരാശയാണ് ഉണ്ടാവുന്നത്. അയാൾ വേഗം തന്നെ എല്ലിനെ പിടിച്ചു കെട്ടാൻ ആജ്ഞാപിക്കുകയാണ്. അങ്ങനെ സോഡിന്റെ ആളുകളൊക്കെ കൂടെ എല്ലിനെയും പിടിച്ചോണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഈ സമയത്താണ് എല്ലിന്റെ ഒരു അസിസ്റ്റന്റ് ആയ കീലക്സ് അങ്ങോട്ട് വന്നിട്ട് എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ എല്ല് വേഗം തന്നെ ബാക്കിയുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഇടിച്ചിട്ടതിന് ശേഷം അയാൾ വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ കുറെ ഓടിയതിനു ശേഷം അയാൾ അയാളുടെ വാഹനമായ ഹരാക്ക എന്ന ഡ്രാഗണെയാണ് വിളിക്കുന്നത്. അയാൾ വിളിച്ച ഉടനെ തന്നെ ആ ഡ്രാഗൺ അങ്ങോട്ട് പറന്നു വരികയും ചെയ്യുന്നു. അങ്ങനെ അത് അവിടേക്ക് എത്തിക്കഴിയുമ്പോൾ എല്ല് വേഗം തന്നെ അതിന്റെ പുറത്തേക്ക് കയറി പെട്ടെന്ന് അവിടെ നിന്ന് പറന്നു പോകാൻ തുടങ്ങി. അങ്ങനെ അയാൾ നേരെ പറന്നു ചെല്ലുന്നത് ഒരു തടാകത്തിലേക്കാണ്. അവിടെ എത്തിയ ഉടനെ തന്നെ അയാൾ അതിന്റെ അകത്തേക്ക് ചാടുകയും ചെയ്യുന്നു. ഈ ഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെയുള്ള ഒരാൾ പോലും നാച്ചുറൽ ആയിട്ട് ജനിക്കുന്നവരല്ല. അവരെല്ലാം ഈ ഗ്രഹത്തിലുള്ളവർ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏതൊക്കെ ജോലിയാണോ ബാക്കിയുള്ളത് ആ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഇവർ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഉൽപാദനമെല്ലാം നടക്കുന്നത് കോഡക്സ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടാണ്. അതെടുക്കാനാണ് അയാൾ ഇപ്പോൾ ആ തടാകത്തിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെ അവിടേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ അയാൾ ആ കോഡക്സ് എടുക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരാൻ നേരത്താണ് ആ സോഡിന്റെ ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവരെല്ലിനെ നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് കാണുമ്പോൾ അയാൾ വേഗം തന്നെ താഴേക്ക് ചാടുന്നു. പക്ഷെ അയാൾ നേരെ താഴേക്ക് എത്തുന്നതിന് മുമ്പേ ഹരാക്ക പെട്ടെന്ന് അങ്ങോട്ട് പറന്നു വന്ന് അയാളെ പിടിക്കുന്നുണ്ട്. അതിനുശേഷം വേഗം തന്നെ അയാളെ കൊണ്ട് പറക്കാൻ തുടങ്ങി. ഈ സമയവും പുറകിൽ നിന്ന് ആളുകൾ അയാളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കുറെ നേരത്തെ വെടിവെപ്പിൽ ഹരാക്കിക്കും വെടികൊള്ളുന്നുണ്ട്. എങ്കിലും തന്റെ യജമാനെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടാണ് അവൻ താഴേക്ക് വീഴുന്നത്. അങ്ങനെ എല്ല് വേഗം ചെല്ലുന്നത് അയാളുടെ ഭാര്യയായ ലാറയുടെ അടുത്തേക്കാണ്. അവരവിടെ ഒരു ഷിപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അവിടെയുള്ള എല്ലാവരും മരിക്കും. പക്ഷെ മകനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഈ ലോകത്തു നിന്നും മറ്റൊരു ലോകത്തേക്ക് വിടാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവരൊരു ഗ്രഹവും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മഞ്ഞ സൂര്യനെ ചുറ്റുന്ന ഒരു ഗ്രഹമാണത്. അതായത് നമ്മുടെ സൂര്യനെ ചുറ്റുന്ന ഭൂമി. സൂര്യൻ വളരെ യങ് ആയിട്ടുള്ള ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വികിരണങ്ങളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഈ കാളിന് ഒരുപാട് ശക്തികൾ കിട്ടും. അതുകൊണ്ടാണ് അവരവനെ ഭൂമിയിലേക്ക് തന്നെ അയക്കുന്നത്. നമ്മുടെ മകൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളൊക്കെ അവനെ ഒറ്റപ്പെടുത്തത്തില്ലേ, ചിലപ്പോൾ കൊന്നുകളയാനും സാധ്യതയുണ്ട് എന്നൊക്കെ ലാറ പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ ഒരിക്കലുമില്ല, ഇവനെ അവരൊരു ദൈവമായിട്ടായിരിക്കും കാണുക എന്നാണ് അയാൾ മറുപടി പറയുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം അയാൾ വേഗം ആ കോഡക്സ് എടുത്തിട്ട് കാളിന്റെ മുകളിലായിട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ ആ കോഡക്സ് മൊത്തത്തിൽ അവന്റെ ശരീരത്തിലേക്ക് ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരു കീ അവിടെ നിന്ന് പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ ആ കോഡക്സ് മൊത്തത്തിൽ അവന്റെ ശരീരത്തിലേക്ക് കയറി കഴിയുമ്പോൾ അയാൾ ആ കീ എടുത്തിട്ട് അവനെ കിടത്തിയിരിക്കുന്ന പോഡിലേക്ക് വെക്കുന്നു. അതിനുശേഷം അത് പ്രസ് ചെയ്യുമ്പോൾ അവൻ കിടക്കുന്ന ആ പോഡ് മുകളിലേക്ക് ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. അങ്ങനെ അത് നേരെ ചെല്ലുന്നത് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷിപ്പിന്റെ ഉള്ളിലേക്കാണ്. അതോടൊപ്പം തന്നെ ആ ഷിപ്പിന്റെ ഡോറുകളൊക്കെ അടയുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇവിടെയുള്ള ആളുകളൊന്നും നാച്ചുറൽ ആയിട്ടല്ല ജനിക്കുന്നതെന്ന്. പക്ഷെ കാളിന്റെ കാര്യം അങ്ങനെയല്ല. അവൻ അവന്റെ അച്ഛനും അമ്മയ്ക്കും നാച്ചുറൽ ആയിട്ട് തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് സോഡിന്റെ ആൾക്കാരൊക്കെ കുറെ ഷിപ്പുകളിലായിട്ട് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ ആ ഗുഹയുടെ വാതിൽ മൊത്തം തകർക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ തകർത്തിട്ട് അതിന്റെ അകത്തേക്ക് കയറുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു ലേഡി സോഡിന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. അതായത് അവിടെ ഏതൊരു ഷിപ്പ് ഓൺ ആയിട്ടുണ്ട്, ഉടനെ തന്നെ അതിന്റെ ലോഞ്ച് നടക്കാൻ പോവാണ് എന്നാണ് ആ ലേഡി പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഒരിക്കലും ആ ലോഞ്ച് നടക്കാൻ പാടില്ല, എങ്ങനെയെങ്കിലും ആ ഷിപ്പ് തകർക്കണം എന്നാണ് അയാൾ ഓർഡർ കൊടുക്കുന്നത്.
പോകുന്നത്. അതിനുശേഷം അയാളും ടീമും കൂടെ വേഗം തന്നെ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുന്നു. ഈ സമയമാകുമ്പോഴേക്കും എല്ലാവരുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. എല്ലിനെ കാണുമ്പോൾ എനിക്കറിയാം ആ കോഡക്സ് നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടെന്ന്, മര്യാദയ്ക്ക് അത് എനിക്ക് തരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ നിന്ന് ജീവനോടെ തിരിച്ചു പോകത്തില്ല എന്നൊക്കെയാണ് സോഡ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ വംശത്തിന് വേണ്ടിയിട്ട് എനിക്കത് അത്യാവശ്യമായിരുന്നു. പിന്നെ നീ അറിയാത്തൊരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾക്കൊരു മകനുണ്ടായി. നൂറ്റാണ്ടുകൾക്ക് ശേഷം നാച്ചുറലായിട്ട് ജനിച്ച ഒരു ആൺകുഞ്ഞാണത്, അവനെ ഞങ്ങൾക്ക് രക്ഷിച്ചേ പറ്റൂ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ നാച്ചുറലായിട്ട് ഒരു കുഞ്ഞ് അവിടെ ജനിക്കുന്നത് അവിടുത്തെ നിയമങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ അയാൾ അത് പറയുമ്പോൾ സോഡിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. പെട്ടെന്ന് തന്നെ അവൻ എല്ലുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം എല്ലാം അയാളെ ഇടിച്ചു വീഴ്ത്തുന്നു. ഈ സമയം ലാറയാണെന്നുണ്ടെങ്കിൽ ആ ഷിപ്പ് ലോഞ്ച് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അരുത് ലാറ, ആ കോഡക്സ് എന്ന് പറയുന്നത് ക്രിപ്റ്റോന്റെ ഭാവിയാണ്, അതുകൊണ്ട് ഒരിക്കലും നീ ആ ഷിപ്പ് ലോഞ്ച് ചെയ്യരുത് എന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ ലാറയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൾ ഉടനെ തന്നെ ആ ഷിപ്പ് ലോഞ്ച് ചെയ്യുന്നു. അങ്ങനെ കാളിനെയും വഹിച്ചുകൊണ്ട് ആ ഷിപ്പ് മുകളിലേക്ക് പോകാൻ തുടങ്ങി. അത് കാണുന്ന എല്ലാണെങ്കിൽ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം സോഡ് പെട്ടെന്ന് അയാളുടെ ആയുധം വെച്ചിട്ട് എല്ലിനെ കുത്തുന്നു. അതോടൊപ്പം തന്നെ അയാൾ മരിച്ചു വീഴുകയും ചെയ്യുന്നു. പെട്ടെന്നുള്ള അയാളുടെ മരണം കണ്ട് ലാറയാണെങ്കിൽ അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞോ ലാറ, നീ എങ്ങോട്ടാണ് അവനെ അയച്ചിരിക്കുന്നത്? ഇല്ല സോഡ്, നീ ഒരിക്കലും അത് അറിയാൻ പോകുന്നില്ല. അവന്റെ പേര് കാളെന്നാണ്, എല്ലിന്റെ മകൻ. അവനെ നിനക്കൊന്ന് തൊടാൻ പോലും കിട്ടത്തില്ല എന്നാണ് അവൾ പറയുന്നത്. അത് കേട്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് സോഡ്. അങ്ങനെ അയാൾ വേഗം തന്നെ അയാളുടെ അനുയായികളുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം ഉടനെ തന്നെ മുകളിലേക്ക് പോകുന്ന ഷിപ്പ് തകർത്തെറിയാൻ പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ ഈ സോഡിന്റെ ഒരു ഷിപ്പ് അതിനെ തകർക്കാൻ വേണ്ടി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു മിസൈൽ വന്നിട്ട് ആ ഷിപ്പ് തകർത്ത് കളയുന്നു. അത് ആ രാജ്യത്തിന്റെ സൈന്യാധിപന്മാരായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നിട്ട് സോഡിനെ അയാളുടെ അനുയായികളെയും മൊത്തം പിടിക്കുന്നു. രാജ്യദ്രോഹ കുറ്റത്തിന് 300 വർഷത്തേക്ക് സൊമാറ്റിക് റീകണ്ടീഷനിങ് എന്നൊരു ശിക്ഷയാണ് അയാൾക്ക് വിധിക്കുന്നത്. ആ വിധിയൊക്കെ കേൾക്കുമ്പോൾ അയാൾക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. കൂടുതൽ കലിപ്പ് അയാൾക്ക് ലാറയുടെ അടുത്താണ്. നിന്റെ മകൻ രക്ഷപ്പെട്ടു എന്നൊന്നും നീ വിചാരിക്കണ്ട, അവൻ എവിടെയാണെങ്കിലും ഉറപ്പായിട്ടും അവനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് എന്താണ് എടുത്തത് അത് ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും എന്നാണ് അയാൾ ദേഷ്യത്തോടെ പറയുന്നത്. അങ്ങനെ അവിടുത്തെ ആളുകളെല്ലാം കൂടെ സോഡിനെ അയാളുടെ ആൾക്കാരെയും ഒരു ഐസ് ചേംബറിന്റെ അകത്തേക്കാണ് മാറ്റുന്നത്. അതിനുശേഷം അതെല്ലാം മറ്റൊരു ഷിപ്പിന്റെ അകത്തേക്കാണ് കയറി പോകുന്നത്. അങ്ങനെ അതെല്ലാം ഷിപ്പിന്റെ അകത്തേക്ക് ആയി കഴിയുമ്പോൾ ആ ഷിപ്പ് വേഗം ഉയർന്നു പൊങ്ങിയിട്ട് ഒരു ബ്ലാക്ക് ഹോള് പോലെ ഒരു സെറ്റപ്പിന്റെ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ ലോകം മൊത്തത്തിൽ പൊട്ടി തകരാൻ തുടങ്ങിയിട്ടുണ്ട്. ലാറ ഇപ്പോൾ ആ ഗ്രഹത്തിന്റെ നാശവും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ പൊട്ടിത്തെറിയിൽപ്പെട്ട് അവളും മൊത്തത്തിൽ കത്തിപ്പോവാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ക്രിപ്റ്റോൺ എന്ന് പറയുന്ന ആ ഗ്രഹം പൂർണ്ണമായിട്ടും പൊട്ടിത്തെറിക്കുന്നു. ഇതേ സമയം കാളിരിക്കുന്ന ആ ഷിപ്പ് ഇപ്പോ ഭൂമിക്ക് നേരെ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഭൂമിയിലുള്ള ഒരു വീടിന്റെ മുന്നിലേക്കാണ് ആ ഷിപ്പ് വന്ന് പതിക്കുന്നത്. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. കാളിപ്പോ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അവന്റെ ഭൂമിയിലെ പേര് ക്ലാർക്ക് എന്നാണ്. അവനിപ്പോ ഒരു ഫിഷിംഗ് ബോട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവൻ അതിന്റെ അകത്തുള്ള ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഷിപ്പിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അവിടെയുള്ള ഒരു റിഗിന് തീ പിടിച്ചിട്ടുണ്ട് എന്നാണ് ആ മെസ്സേജിൽ പറയുന്നത്. അവർ നോക്കുമ്പോൾ അവർക്ക് മുന്നിലായിട്ടാണ് ആ റിഗ് സ്ഥിതി ചെയ്യുന്നത്. അത് മൊത്തത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ക്ലാർക്ക് വേഗം തന്നെ ആ റിഗിലേക്ക് പോവാണ്. അതിനകത്ത് കുറെ ആളുകൾ കുടുങ്ങിയിട്ടുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ അവിടുത്തെ ഡോറൊക്കെ പൊളിച്ചിട്ട് അകത്തേക്ക് കയറാണ്. അകത്തേക്ക് കയറുന്ന സമയത്ത് അവന്റെ ദേഹത്താണെങ്കിൽ മൊത്തം തീയും. പക്ഷെ അവനാണെങ്കിൽ ഒരു കൂസലുമില്ല. അതൊക്കെ കണ്ട് ആളുകളൊക്കെ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവർ അറിയിച്ചതിനെ തുടർന്നിട്ട് ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ക്ലാർക്കും കൂട്ടരും കൂടെ അവിടെയുള്ള എല്ലാ ആളുകളെയും ആ ഹെലികോപ്റ്ററിന്റെ അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ റിഗിന്റെ ഒരു ഭാഗം പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നത്. അത് വീണ് കഴിഞ്ഞാൽ നേരെ ആ ഹെലികോപ്റ്ററിന്റെ മുകളിലേക്കാണ് വീഴുക. അതുകൊണ്ട് തന്നെ ക്ലാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചാടുന്നു. അതിനുശേഷം അവന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അത് തടഞ്ഞു നിർത്തുകയാണ്. അതിനിടയിൽ ആ ഹെലികോപ്റ്റർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവനെയും കൊണ്ട് ആ റിഗിന്റെ ഭാഗം നേരെ കടലിലേക്കാണ് വീഴുന്നത്. അവന്റെ ബോധമൊക്കെ നശിച്ചിട്ടുണ്ട്. ഇനി കാണിക്കുന്നത് ക്ലാർക്കിന്റെ കുട്ടിക്കാലമാണ്. ഒരു ദിവസം അവൻ സ്കൂളിലിരിക്കുമ്പോൾ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ അവൻ ഉണ്ടാവുന്നുണ്ട്. പുറത്ത് ദൂരെ നടക്കുന്ന ശബ്ദങ്ങൾ പോലും അവന്റെ ചെവിയിലേക്ക് തുളച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ചില സമയത്തൊക്കെ അവൻ നോക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യന്മാരുടെയൊക്കെ ഉൾഭാഗം പോലും അവന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു എക്സ്റേ വിഷൻ പോലെ. ഇതെല്ലാം കൂടെ ആവുമ്പോൾ അവൻ വല്ലാത്ത രീതിയിൽ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അവൻ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ഒരു റൂമിന്റെ അകത്ത് കയറി വാതിലടച്ചിരിക്കുകയാണ്. ഈ സമയം അവിടുത്തെ കുട്ടികളും അതുപോലെ അവന്റെ ടീച്ചറും ആ വാതിലിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ടീച്ചറാണെങ്കിൽ ആ വാതിലിന്റെ പിടിയിൽ പിടിച്ചിട്ട് അവനോട് ആ വാതിൽ തുറക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവന് ദേഷ്യം വരാൻ തുടങ്ങി. അവൻ ആ വാതിലിന്റെ പിടിയിലേക്കൊന്ന് തുറച്ചു നോക്കുന്നു. അതോടൊപ്പം തന്നെ അവന്റെ കണ്ണിൽ നിന്ന് ഒരു ലേസറാണ് അതിലേക്ക് കടന്നു പോകുന്നത്. ആ ലേസർ അടിക്കുമ്പോൾ പിടിയാണെങ്കിൽ നല്ല രീതിയിൽ ചൂടാവാനും തുടങ്ങി. അങ്ങനെ കൈ പൊള്ളിയിട്ട് ടീച്ചർ ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവന്റെ വളർത്തമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. അവർ വന്ന് വിളിക്കുമ്പോൾ അവൻ വാതിൽ തുറക്കുന്നുണ്ട്. അതിനുശേഷം അവർ ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കാണിക്കുന്നത് പ്രസന്റ് ഡേ ആണ്. ആ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ ക്ലാർക്ക് ഇപ്പോ ഒരു വീടിന്റെ സൈഡിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ ചെന്നതിന് ശേഷം വേഗം തന്നെ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ അവൻ എടുക്കുന്നു. അത് ഇട്ടുകൊണ്ട് അവൻ നേരെ സിറ്റിയിലേക്കാണ് പോകുന്നത്. ഈ സമയത്താണ് അവൻ അവിടെ നിന്ന് ഒരു സ്കൂൾ ബസ് കാണുന്നത്. അവന് ചില പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. അതായത് കുട്ടിയായിരിക്കുമ്പോൾ അവനും അവന്റെ ഫ്രണ്ട്സും കൂടെ സ്കൂൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം പീറ്റ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവനെങ്ങനെ കളിയാക്കാൻ തുടങ്ങി. അവൻ
അവന്റെ ആ കളിയാക്കലുകളൊക്കെ കേട്ടിട്ട് ക്ലാർക്ക് ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ബസ്സിന്റെ ടയർ പൊട്ടുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ നിയന്ത്രണം വിട്ടിട്ട് അത് ആ പാലവും പൊളിച്ചുകൊണ്ട് താഴെ വെള്ളത്തിലേക്ക് വീഴുന്നു. കുട്ടികളെല്ലാവരും ആ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കുട്ടികളെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം നടക്കുന്നത്. ക്ലാർക്ക് വേഗം തന്നെ ആ ബസ് വെള്ളത്തിൽ നിന്ന് ഉയർത്താൻ തുടങ്ങി. അവൻ വളരെ സിമ്പിൾ ആയിട്ട് ആ ബസ് കരയിലേക്ക് കയറ്റുന്നു. അതെല്ലാം കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കുട്ടികളെല്ലാവരും. അങ്ങനെ ബസ് അങ്ങോട്ട് കയറ്റിയതിനു ശേഷം അവൻ വീണ്ടും വെള്ളത്തിലേക്ക് തന്നെയാണ് ചാടുന്നത്. അവനെ കളിയാക്കിയ പീറ്റ് എന്ന് പറയുന്ന പയ്യനുണ്ടല്ലോ, അവൻ വെള്ളത്തിൽ മുങ്ങി താഴെയായിരുന്നു. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാർക്ക് അങ്ങോട്ട് പോയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവൻ പീറ്റിനെയും പൊക്കിയെടുത്ത് കരയിലേക്ക് കൊണ്ടുവരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര അത്ഭുതമാണ് ഉണ്ടാക്കുന്നത്. പീറ്റ് ആണെങ്കിൽ ഈ കാര്യം വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറയുകയും ചെയ്യുന്നു. അമ്മ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പീറ്റിനെയും കൂട്ടിയിട്ട് നേരെ ക്ലാർക്കിന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അവന്റെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ക്ലാർക്കിന്റെ വളർത്തച്ഛന്റെ പേര് ജൊനാഥൻ എന്നും വളർത്തമ്മയുടെ പേര് മാർത്ത എന്നുമാണ്. പീറ്റിന്റെ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മകൻ ദൈവാനുഗ്രഹം ഉള്ളവനാണ്, അവന് ദൈവത്തിന്റെ എന്തൊക്കെയോ ശക്തികളുണ്ട്. ഇന്ന് ആ ബസ് ഉയർത്തിയത് ആ കുട്ടികളെല്ലാവരും കണ്ടതാണ്. മാത്രമല്ല ഇതിനു മുമ്പും അവൻ ഇതുപോലത്തെ പ്രവൃത്തികളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പീറ്റിന്റെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെ അവന് ദൈവത്തിന്റെ ശക്തിയൊന്നുമില്ല, വെറുതെ ഇങ്ങനത്തെ ചെറിയ സംഭവങ്ങളൊന്നും ഊതിപ്പെരിപ്പിക്കല്ലേ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിനുശേഷം ജൊനാഥൻ വേഗം ക്ലാർക്കിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ക്ലാർക്കിന് അങ്ങനത്തെ ശക്തികളുണ്ട് എന്ന കാര്യം അയാൾക്ക് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനത്തെ പവറുകളൊന്നും പുറത്തേക്ക് എടുക്കരുത് എന്ന് അയാൾ പലതവണ ക്ലാർക്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയവും അയാൾ അത് തന്നെയാണ് അവനോട് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? കുട്ടികളെല്ലാവരും മുങ്ങി താഴ്ന്ന് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കണമായിരുന്നു. മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവരെ രക്ഷിച്ചത് എന്നൊക്കെയാണ് ക്ലാർക്ക് പറയുന്നത്. ശരിയായിരിക്കാം, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഭൂമിയിലെ മനുഷ്യരെന്ന് പറയുന്നത് വളരെ ദുർബലരാണ്. നിന്നെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരാളെ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ അവരായിട്ടില്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും നിന്റെ പവറുകളൊന്നും അവരുടെ മുന്നിൽ പുറത്തിറക്കരുത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അയാൾ ക്ലാർക്കിനെയും കൂട്ടി അയാളുടെ ഒരു ഷെഡിന്റെ അകത്തേക്കാണ് കൊണ്ടുവന്നത്. ക്രിപ്റ്റോണിൽ നിന്ന് അയച്ച ആ പേടകം അയാളുടെ വീടിന്റെ മുന്നിലാണ് തകർന്നു വീണത്. അന്ന് തന്നെ അയാൾ അത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പേടകമാണ് അയാൾ ഇപ്പൊ ക്ലാർക്കിനെ കാണിച്ചു കൊടുക്കുന്നത്. നിന്നെ ഞങ്ങൾക്ക് കിട്ടുന്നത് ഈ ഷിപ്പിൽ നിന്നാണ്. ഈ ഷിപ്പിൽ നിന്ന് ഞങ്ങൾക്ക് മറ്റൊരു സാധനം കൂടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു കീ അവനെ കാണിക്കുന്നു. ഞാൻ ഈ കീ എന്ത് മെറ്റീരിയൽ ആണ് എന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭൂമിയിലുള്ള ഒരു സാധനം കൊണ്ടല്ല ഈ കീ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വേറെ ഗ്രഹത്തിലുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നീയും വേറെ ഗ്രഹത്തിൽ നിന്ന് വന്നതാവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. അത് നീ എന്തായാലും തേടി കണ്ടുപിടിക്കണം എന്നൊക്കെയാണ് അവന്റെ അച്ഛൻ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ക്ലാർക്ക്. ഇനി കാണിക്കുന്നത് പ്രസന്റ് ഡേ ആണ്. ക്ലാർക്ക് ഇപ്പോൾ ഒരു ബാറിലാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് രാത്രിയായപ്പോ കുറച്ച് പട്ടാളക്കാർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരെന്തോ ഒരു വിചിത്രമായ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാനഡയിലുള്ള ഒരു സ്ഥലത്ത് മഞ്ഞുപാളികൾക്കുള്ളിൽ അവരെന്തോ ഒരു വലിയ സാധനം കണ്ടെത്തിയിട്ടുണ്ട്. വളരെ വിചിത്രമായ വളരെ നീളമുള്ള ഒരു വസ്തുവാണ് എന്നൊക്കെയാണ് അവരതിനെക്കുറിച്ച് പറയുന്നത്. അവരുടെ ആ സംസാരങ്ങളൊക്കെ ക്ലാർക്കും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവിടെ കള്ളുടിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരുത്തൻ അവിടുത്തെ ഒരു വെയിറ്ററിന്റെ അടുത്ത് അപമര്യാദയായിട്ട് പെരുമാറുന്നത്. അത് കാണുന്ന ക്ലാർക്ക് ആണെങ്കിൽ അതിൽ ഇടപെടുന്നുണ്ട്. പക്ഷെ അവൻ അവരെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. എങ്കിലും അവന് ഹീറോയിസം കാണിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ കൂട്ടത്തിലൊരുത്തൻ അവനെ വല്ലാണ്ട് തെറിയൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല അവൻ പിടിച്ചിടിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇടിച്ചിട്ടും അവനൊരു കൂസലുമില്ല. അവൻ കൂളായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. അയാൾക്ക് നേരിട്ട് പണിയൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അയാളുടെ വണ്ടി കിട്ടിട്ട് നല്ലൊരു പണി കൊടുത്തിട്ടാണ് അവൻ പോയിരിക്കുന്നത്. അയാൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അയാളുടെ ട്രക്ക് ഇപ്പോൾ എയറിലാണ്. അത് മൊത്തം തകർത്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് അയാൾ. അങ്ങനെ ക്ലാർക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പട്ടാളക്കാര് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇനി കാണിക്കുന്നത് ഡെയിലി പ്ലാനറ്റ് എന്ന ന്യൂസ് ചാനലിലെ ഒരു റിപ്പോർട്ടറെയാണ്. ഇവളുടെ പേര് ലൂയിസ് എന്നാണ്. അവളിപ്പോ ആ പട്ടാളക്കാര് കണ്ടെത്തിയ സാധനം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അവളെ സ്വീകരിച്ച ശേഷം അവിടുത്തെ പട്ടാളക്കാരൊക്കെ അവർ കണ്ടെത്തിയ സാധനത്തെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. ഒരു വലിയ ഷിപ്പ് പോലെ ഒരു സാധനമാണത്. 20,000 വർഷത്തോളം പഴക്കമുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും കൗതുകമായി. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി അവൾ അവളുടെ ക്യാമറ എടുത്തിട്ട് ആ ഏരിയ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ക്യാമറയിൽ അവൾ ക്ലാർക്കിന്റെ രൂപം കാണുന്നത്. -40 ആണ് അവിടുത്തെ തണുപ്പ്. എന്നിട്ടും ക്ലാർക്ക് ആണെങ്കിൽ ഒരു ജാക്കറ്റ് പോലും ഇട്ടിട്ടില്ല. ഈ കൊടും തണുപ്പത്ത് ഇവൻ എന്താണ് ഈ തേടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവളിപ്പോ അവനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പേടകം മൊത്തത്തിൽ ഐസ് മൂടിയിരിക്കുകയാണ്. ക്ലാർക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവന്റെ കണ്ണിലെ ലേസർ ഉപയോഗിച്ചിട്ട് അവിടുത്തെ ഐസ് മൊത്തം ഒരുക്കി ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ടാണ് അതിന്റെ അകത്തേക്ക് കയറി പോകുന്നത്. ആ വഴിയെ തന്നെയാണ് ലൂയിസ് അവനെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ക്ലാർക്ക് അതിന്റെ അകത്തേക്ക് എത്തി അവിടെയുള്ള ഷിപ്പൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഡിവൈസ് അവൻ കാണുന്നത്. അതിനകത്ത് അവന്റെ കയ്യിലിരിക്കുന്ന കീ നിക്ഷേപിക്കാനുള്ള ഒരു ഹോളും ഉണ്ട്. അവൻ വേഗം തന്നെ ആ കീ എടുത്ത് ആ ഡിവൈസിന്റെ അകത്തേക്ക് വെക്കുന്നു. ഈ സമയം
അവന്റെ അച്ഛനായ എല്ലാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് അയാളുടെ ഒറിജിനൽ രൂപമല്ല, അവരുടെ ടെക്നോളജി വെച്ചിട്ട് അയാൾ ഉണ്ടാക്കിയ അയാളുടെ ഒരു ഡിജിറ്റൽ രൂപമാണിത്. ഈ ഒരു അവസരത്തിൽ അയാൾ അവനോട് സംസാരിക്കുന്നൊന്നുമില്ല. അയാളിപ്പോ അവന് ഓരോരോ വഴി കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ക്ലാർക്ക് ആണെങ്കിൽ അയാൾ നടക്കുന്ന വഴി പോകാൻ തുടങ്ങി. ഈ സമയത്താണ് ലൂയിസ് അങ്ങോട്ട് വരുന്നത്. അവൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഡിവൈസ് അവളെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അവളാണെങ്കിൽ ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ക്ലാർക്ക് വേഗം അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു. അതിനുശേഷം ആ ഡിവൈസ് മൊത്തത്തിൽ നശിപ്പിച്ചു കളയുന്നു. ആ അറ്റാക്കിൽ അവളുടെ വയറിൽ ഒരു വെടി കൊണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ അവൻ വേഗം തന്നെ അവന്റെ കണ്ണിൽ ആ ലേസർ വെച്ചിട്ട് ആ മുറിവെല്ലാം ഉണക്കാൻ തുടങ്ങി. അവളാണെങ്കിൽ വേദന കൊണ്ട് ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളെ സേഫ് ആയിട്ട് പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം അവൻ പെട്ടെന്ന് തന്നെ ആ ഷിപ്പ് എടുത്ത് അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. അതെല്ലാം കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കാണ് ആ പട്ടാളക്കാരെല്ലാം. അങ്ങനെ ലൂയിസ് വേഗം തന്നെ അവളുടെ ന്യൂസ് ചാനലിലേക്കാണ് പോകുന്നത്. അതിനുശേഷം അങ്ങനെ ഒരു അമാനുഷിക ശക്തിയുള്ള ആളെ കണ്ട കാര്യമൊക്കെ അവിടുത്തെ എഡിറ്ററിന്റെ അടുത്ത് പറയുന്നു. പക്ഷെ അയാൾ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. മാത്രമല്ല, ഇനി നീ പറഞ്ഞത് സത്യമാണെങ്കിൽ തന്നെ ഏലിയൻസും നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊന്നും ജനങ്ങൾ അറിഞ്ഞാൽ ശരിയാവത്തില്ല. അതിന്റെ പേരിൽ ഇവിടെ പല പ്രശ്നവും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ന്യൂസ് ചാനലിൽ തന്നെ അടച്ചു പൂട്ടേണ്ടി വരും. അതുകൊണ്ട് ഈ കാര്യം നമുക്ക് സീക്രട്ട് ആയിട്ട് വെക്കാം. നീ ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുന്നതായിരിക്കും നിന്റെ ജീവനും നല്ലത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും അവൾക്ക് ആ ന്യൂസ് പബ്ലിഷ് ചെയ്യണം എന്നാണ് അവളുടെ മനസ്സിൽ. അത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല, അറ്റ്ലീസ്റ്റ് ആ അമാനുഷികനെ കുറിച്ചിട്ട് താൻ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം ആ അമാനുഷികൻ അറിയാനെങ്കിലും അവൾക്ക് ആ ന്യൂസ് റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി അവൾ മറ്റൊരു റിപ്പോർട്ടറുടെ സഹായമാണ് തേടുന്നത്. ഇതേ സമയം തന്നെ ക്ലാർക്ക് ആണെങ്കിൽ ആ ഷിപ്പ് ഇപ്പോൾ മറ്റൊരു സ്ഥലത്താണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അവൻ അതിനകത്ത് ആ സിസ്റ്റംസ് ഒക്കെ പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയം അവന്റെ അച്ഛന്റെ ആ ഡിജിറ്റൽ രൂപം വീണ്ടും അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അയാൾ അവനോട് എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി. എന്റെ പേര് ജോറെൽ എന്നാണ്, ഞാൻ നിന്റെ അച്ഛനാണ്. നിന്റെ യഥാർത്ഥ പേര് കാൾ-എൽ എന്നാണ്. ക്രിപ്റ്റോൺ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൽ നിന്നാണ് നീ വന്നിരിക്കുന്നത്. ഭൂമിയെക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് ക്രിപ്റ്റോൺ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വാസയോഗ്യമായ മറ്റ് ഗ്രഹങ്ങൾ ഞങ്ങൾ തേടിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഷിപ്പുകൾ പല ഗ്രഹങ്ങളിലേക്കും അയച്ചു. അതുപോലൊരു ഷിപ്പാണിത്. പല ഗ്രഹങ്ങളിലും ഞങ്ങൾ ഔട്ട് പോസ്റ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ പലതരം മെഷീൻസും ഞങ്ങൾ സ്ഥാപിച്ചു. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ആ ഗ്രഹത്തിന്റെ അന്തരീക്ഷം മൊത്തത്തിൽ ആ മെഷീൻസിന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ ഗ്രഹങ്ങളിൽ കൃത്രിമ ജനസംഖ്യാ നിയന്ത്രണം സ്ഥാപിതമായത്. അതുകൊണ്ട് തന്നെ പരിവേഷണത്തിന് അയച്ച ഔട്ട് പോസ്റ്റുകളെല്ലാം തന്നെ ഉപേക്ഷിക്കപ്പെട്ടു. പ്രകൃതി വിഭവങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് നഷ്ടമായി. അങ്ങനെ ഒരിക്കൽ നമ്മുടെ ഗ്രഹത്തിന്റെ കോർ പൂർണ്ണമായിട്ട് അസ്ഥിരമാവാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ ജനറലായ സോഡ് അധികാരമേൽക്കാൻ ആഗ്രഹിച്ചത്. അയാൾ വലിയൊരു നാശം സൃഷ്ടിക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ ഒരു ഷിപ്പിലാക്കി ഞാനും നിന്റെ അമ്മയും കൂടെ ഭൂമിയിലേക്ക് അയക്കുകയായിരുന്നു. ഇതിനെ ജെനസിസ് ചേംബർ എന്നാണ് പറയുന്നത്. ക്രിപ്റ്റോണിലുള്ള എല്ലാ മനുഷ്യരും ഇങ്ങനെ കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ്. പക്ഷെ നീ ഉണ്ടായത് നാച്ചുറൽ ആയിട്ടാണ്. ഇനി നിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പറയാം. ക്രിപ്റ്റോണിന് എന്നെ പോലെ തന്നെ നീ ഇപ്പോൾ ഈ ഭൂമിയുടെ മകനാണ്. നമ്മുടെ വംശത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ രണ്ട് ലോകങ്ങളിലെ ആളുകളെ ഒരുമിപ്പിച്ച് ജീവിപ്പിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും. ഞങ്ങളുടെ ആ ഒരു സ്വപ്നം നീ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനും നിന്റെ അമ്മയും സ്വന്തം ജീവിതം ബലി നൽകിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവനൊരു സ്യൂട്ട് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ജനങ്ങളിൽ നിന്നും ഭൂമിയിലെ ജനങ്ങൾ ഒരുപാട് വ്യത്യസ്തരാണ്. അതൊരു കണക്കിന് നോക്കിയാൽ നല്ലതാണ്. കാരണം നമ്മളുടെ തെറ്റുകളൊന്നും അവരൊരിക്കലും ആവർത്തിക്കാൻ പോകുന്നില്ല. നീ വേണം ഭൂമിയിലെ ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ. നീ ആയിരിക്കണം അവരുടെ എല്ലാ പ്രതീക്ഷയും. നീ ഈ സ്യൂട്ടിലിരിക്കുന്ന ഈ സിമ്പല് കണ്ടോ? ഈ സിമ്പലിന്റെ അർത്ഥം പ്രതീക്ഷയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം അവൻ വേഗം തന്നെ ആ സ്യൂട്ട് ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അവൻ എന്തൊക്കെ പവറുകളാണ് ഇനി ഉള്ളത് എന്നൊക്കെ അവൻ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിൽ ആദ്യത്തേത് പറക്കാൻ കഴിയുന്നുള്ളതാണ്. അവൻ ഇതുവരെയായിട്ട് അങ്ങനെയൊന്നും ശ്രമിച്ചു നോക്കിയിട്ടില്ല. പക്ഷെ ഈ ഒരു അവസരത്തിൽ അവൻ ആദ്യമായിട്ട് അതിന് ശ്രമിക്കുകയാണ്. ആദ്യം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് പറക്കാൻ സാധിക്കുക എന്ന കാര്യങ്ങളൊക്കെ അവൻ പഠിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ക്ലാർക്കിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ലൂയിസ് ഇപ്പോൾ അവന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ഈ സമയത്ത് ക്ലാർക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവന്റെ അച്ഛന്റെ കല്ലറയിലേക്കുള്ള വഴിയാണ് അവന്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അവൾ ആ കല്ലറയിൽ നിൽക്കുമ്പോഴാണ് ക്ലാർക്ക് അവളുടെ അടുത്തേക്ക് വരുന്നത്. അവനെ കാണുമ്പോൾ അവൾ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. നിനക്ക് ഇത്രയും പവർ ഉണ്ടല്ലോ, എന്തുകൊണ്ട് നിനക്ക് ഇത് വെച്ചിട്ട് ഇവിടുത്തെ ജനങ്ങളെ രക്ഷിച്ചൂടാ? എന്തുകൊണ്ട് നിനക്ക് അവരുടെ മുന്നിൽ അവതരിച്ചൂടാ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ക്ലാർക്ക് ഒരു കഥയാണ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് കുറച്ചു കാലം മുമ്പേ അവനും അവന്റെ അച്ഛനും അമ്മയും കൂടെ ഒരു യാത്രയിലായിരുന്നു. പെട്ടെന്നാണ് ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം കുറച്ച് ദൂരേക്കാണ് അവർ മാറി നിൽക്കുന്നത്. ഈ സമയത്താണ് അവരുടെ നായ ആ വണ്ടിയിൽ തന്നെയാണെന്നുള്ള കാര്യം അവർ ഓർമ്മിക്കുന്നത്. ക്ലാർക്കിന്റെ അച്ഛനാണെങ്കിൽ അവരവിടെ നിർത്തി അയാളാണ് ആ നായയെ രക്ഷിക്കാൻ പോകുന്നത്. അങ്ങനെ ആ നായയെ പുറത്തേക്ക് ഇറക്കി കഴിയുമ്പോൾ അയാൾ അതിനകത്ത് കുടുങ്ങിപ്പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ചുഴലിക്കാറ്റൊക്കെ വളരെ ശക്തിയായിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞിരുന്നു. അയാളാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സമയം ക്ലാർക്കിന് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അയാളെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ അവിടെ ഒരുപാട് ജനങ്ങൾ കൂടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛനാണ് എന്നെ രക്ഷിക്കാൻ ശ്രമിക്കേണ്ട
എന്ന കാര്യം അവനോട് പറയുന്നത്. അങ്ങനെ രക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ആളുകളൊക്കെ അവന്റെ പവറുകൾ എന്താണെന്ന് മനസ്സിലാക്കും. അത് പിന്നീട് വലിയ പ്രശ്നത്തിന് കാരണമാവും. അതുകൊണ്ട് അവനെ സേഫ് ആക്കാൻ വേണ്ടി അയാൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ആ ചുഴലിക്കാറ്റ് പെട്ടിട്ട് അയാൾ മരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ ഒരു കഥയാണ് അവനിപ്പോ ലൂയിസിന്റെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവർക്ക് പിന്നീടൊന്നും പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് മിലിറ്ററിയിലെ ആളുകൾക്ക് വളരെ വിചിത്രമായ ഒരു സാറ്റലൈറ്റ് ഫോട്ടോ കിട്ടുന്നത്. ഏതോ ഒരു സ്പേസ് ഷിപ്പ് ഭൂമിയിലേക്ക് വരുന്നതായിട്ടാണ് അതിൽ കാണിക്കുന്നത്. അങ്ങനെ അവരതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ കറണ്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ടിവിയിലൊക്കെ വല്ലാത്ത ഡിസ്റ്റർബൻസ് വരാൻ തുടങ്ങി. ഇത് അവിടെ മാത്രമല്ല, ഭൂമിയിലെ പല സ്ഥലങ്ങളിലും ആ ഡിസ്റ്റർബൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഭൂമിയിൽ തനിച്ചല്ല എന്നാണ് അതിൽ എഴുതി വരുന്നത്. അതിനുശേഷം ഒരാൾ അതിലൂടെ സംസാരിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷിൽ മാത്രമല്ല എല്ലാ ലാംഗ്വേജിലും അയാൾ സംസാരിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഗ്രഹത്തിലുള്ള ഒരാൾ നിങ്ങളുടെ ഭൂമിയിലുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ വിട്ടു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോകം മൊത്തം ഞങ്ങൾ നശിപ്പിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ടിവിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറയുന്നത് ആ ജനറൽ സോഡായിരുന്നു. അതെല്ലാം കേട്ട് ആളുകളെല്ലാവരും ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം ഒരു അമാനുഷികനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ലൂയിസിന് അറിയാം എന്ന കാര്യം പോലീസുകാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ പോലീസുകാരെല്ലാം വേഗം തന്നെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അങ്ങനെ താൻ കാരണം പ്രശ്നമൊക്കെ വഷളാവുകയാണെന്ന് അറിയുമ്പോൾ ക്ലാർക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ സ്യൂട്ടൊക്കെ എടുത്തിട്ട് നേരെ പോലീസുകാരുടെ മുന്നിൽ സറണ്ടർ ആവുകയാണ്. പോലീസുകാരാണെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്തിട്ട് നേരെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ക്ലാർക്കിനെയും അതുപോലെ ലൂയിസിനെയും ഒരു റൂമിന്റെ അകത്തിട്ടിരിക്കുകയാണ്. അവന്റെ നെഞ്ചില് ആ എസ് എന്ന് പറയുന്ന എംബ്ലം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഇതെന്താണ് സംഭവം എന്നാണ് ലൂയിസ് ചോദിക്കുന്നത്. ഞങ്ങളുടെ ഗ്രഹത്തിൽ ഇത് പ്രതീക്ഷയുടെ സിമ്പൽ ആണ് എന്നാണ് ക്ലാർക്ക് മറുപടി പറയുന്നത്. എന്നാ പിന്നെ നമുക്ക് ഈ എസ് എന്നുള്ള സിമ്പൽ സൂപ്പർ എന്നാക്കിയാലോ എന്ന് അവൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ക്ലാർക്ക് അതിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. അവരവിടെ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് പോലീസുകാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് മാത്രമേ അകത്തേക്ക് കാണത്തുള്ളൂ. അങ്ങനെ ഒരു റൂമാണത്. പക്ഷെ ക്ലാർക്കിനെ സംബന്ധിച്ചിട്ട് അവൻ ഈ എക്സ്റേ വിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആരൊക്കെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ അറിയാം. അവൻ വേഗം തന്നെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ നിങ്ങൾ ആരും ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നീ ഒരു ഏലിയൻ അല്ലേ? നീയുമായിട്ടുള്ള സമ്പർക്കം ഞങ്ങൾക്ക് വേറെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും എന്നാണ് ആ പോലീസുകാർ തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ ഇത്രയും വർഷം ഇവിടെ മനുഷ്യരുടെ കൂടെയല്ലേ ജീവിച്ചത്, എന്നിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. നിങ്ങൾ എന്നെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഇവിടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് സോഡ് എന്ന് പറയുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എന്നെ അയാളുടെ മുമ്പ് സറണ്ടർ ചെയ്യിക്കാം എന്നൊക്കെയാണ് ക്ലാർക്ക് പറയുന്നത്. അങ്ങനെ ക്ലാർക്കിനെ സറണ്ടർ ചെയ്യിക്കാനുള്ള സമയമായി. അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോഡിന്റെ ഒരു ഷിപ്പ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഷിപ്പിൽ നിന്ന് ഇറങ്ങുന്നത് സോഡല്ല, അയാളുടെ അനുയായികളാണ്. അതിൽ ഈ ലേഡിയുടെ പേര് തിയോറ എന്നാണ്. അവൾ വന്ന ഉടനെ തന്നെ ക്ലാർക്കിനെ മാത്രമല്ല ചോദിക്കുന്നത്, അവന്റെ കൂടെ ലൂയിസിനെയും കൂടെ അയക്കണം എന്നൊക്കെയാണ് തിയോറ പട്ടാളക്കാരോട് പറയുന്നത്. അതേക്കുന്ന പട്ടാളക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്ലാർക്കിനെ മാത്രമല്ല ആദ്യം ചോദിച്ചത്, അവനെ മാത്രമേ വിട്ടുതരാൻ ഞങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. ലൂയിസ് ഞങ്ങളുടെ ഇടയിലുള്ള ആളാണ്, അതുകൊണ്ട് അവളെ വിട്ടുതരാൻ സാധിക്കത്തില്ല എന്നൊക്കെയാണ് ആ പട്ടാളക്കാർ പറയുന്നത്. പക്ഷെ പ്രശ്നം വഷളാവുന്ന കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അവരുടെ കൂടെ പോയിക്കോളാം എന്നാണ് ലൂയിസ് പറയുന്നത്. അങ്ങനെ തിയോറ വേഗം തന്നെ ലൂയിസിനെയും ക്ലാർക്കിനെയും കൊണ്ട് അവരുടെ ഷിപ്പിന്റെ അകത്തേക്ക് കയറുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്ന് പറന്നു പോവാണ്. അങ്ങനെ ലൂയിസിനെയും ക്ലാർക്കിനെയും അവർ സോഡിന്റെ മുന്നിലേക്കാണ് കൊണ്ടുവന്നത്. ആ ഷിപ്പിന്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ക്ലാർക്കിന് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. ആ ഷിപ്പിന്റെ അകത്തുള്ളത് ക്രിപ്റ്റോണിന്റെ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അവൻ അതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അവൻ വല്ലാണ്ട് ചുമക്കുന്നുണ്ട്. മാത്രമല്ല അവന്റെ മൂക്കിൽ നിന്ന് ചോരയൊക്കെ വരാനും തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ഇത്രയും കാലം ഭൂമിയിലല്ല ജീവിച്ചത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്രിപ്റ്റോണിന്റെ അന്തരീക്ഷത്തിലേക്ക് മാറിയപ്പോൾ അത് അവന്റെ ശരീരം താങ്ങുന്നില്ല. അതാണ് പ്രശ്നം പറ്റിയത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ മയങ്ങി പോവാണ്. ഇനി കാണിക്കുന്നത് സൂപ്പർമാന്റെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ സോഡാണ് അവനോട് സംസാരിക്കുന്നത്. ആദ്യം അയാൾ പറയുന്നത് അയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് അയാളെ ആ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് അയച്ചതായിരുന്നല്ലേ. ആ ക്രിപ്റ്റോൺ തകർന്നപ്പോ അവരെ ലോക്ക് ചെയ്തിരിക്കുന്ന സിസ്റ്റവും തകർന്നു. അങ്ങനെയാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അതിനുശേഷം ആദ്യം അവർ പോയത് അവർ പണ്ട് സ്ഥാപിച്ച ഔട്ട് പോസ്റ്റുകളിലേക്കായിരുന്നു. അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പല ഗ്രഹങ്ങളിലും അവർ തേടി നടന്നു. പക്ഷെ അവിടെ മൊത്തം പൂർണ്ണ നാശമാണ് അവർ കണ്ടത്. അവിടെയൊന്നും അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ 33 വർഷത്തോളം അവർ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അതിനിടയിലാണ് ക്ലാർക്ക് അവന്റെ അച്ഛന്റെ ആ ഷിപ്പ് ഭൂമിയിൽ ഓണാക്കുന്നത്. അതോടൊപ്പം തന്നെ സോഡിനൊരു സിഗ്നലും കിട്ടി. അങ്ങനെയാണ് അയാൾ ഇപ്പോൾ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് ആദ്യം അയാൾ പറയുന്നത്. അതിനുശേഷം എന്തിനാണ് അയാൾ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഞങ്ങൾ ഭൂമിയെ മറ്റൊരു ക്രിപ്റ്റോണാക്കി മാറ്റാൻ പോവാണ്. അതിന് ആ കോഡക്ക് ആവശ്യമുണ്ട്. നിന്റെ അച്ഛൻ നിന്നെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആ കോഡക്കും ചേർത്തിട്ടാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ എനിക്കത് തന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി തുടങ്ങാൻ സാധിക്കത്തുള്ളൂ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഈ ക്രിപ്റ്റോണെ ഭൂമിയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലെ മനുഷ്യരെല്ലാവരും മരിച്ചു പോകും എന്ന് ക്ലാർക്കിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ അതിന് സമ്മതിക്കുന്നില്ല. ഈ സമയം അവൻ കുറെ തലയോട്ടിക്ക് മുകളിലാണ് നിൽക്കുന്നത്. അവൻ അത് സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ അവൻ പൂർണ്ണമായിട്ടും ആ തലയോട്ടിക്ക് ഉള്ളിലേക്ക് താഴ്ന്നു പോവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അവൻ നോക്കുമ്പോൾ അവനിപ്പോ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ സമയം അവന്റെ അടുത്ത് സോഡും നിൽക്കുന്നുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ അച്ഛന് ഞാൻ സമ്മാനിച്ചത് ഒരു ധീരമായ മരണമായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യത്തിനൊന്നും നീ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് അതുപോലുള്ള ഒരു മരണമായിരിക്കത്തില്ല കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സോഡ് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം തന്നെ
തിയോറ ആണെങ്കിൽ ലൂയിസിനെ നേരെ ഒരു ചാമ്പറിന്റെ അകത്തിട്ട് പൂട്ടിയിടാണ്. അവൾ അതിന്റെ അകത്തൊക്കെ നോക്കുമ്പോൾ സൂപ്പർമാന്റെ ആ കീ ഇടാനുള്ള ഒരു ഹോൾ അവിടെ കാണുന്നുണ്ട്. ആ കീ ഇരിക്കുന്നത് ഇപ്പൊ അവളുടെ അടുത്താണ്. അവൾ വേഗം തന്നെ ആ കീ എടുത്ത് അതിന്റെ അകത്തേക്ക് വെക്കുന്നു. ഈ സമയം ക്ലാർക്കിന്റെ അച്ഛനാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അയാൾ ഉടനെ തന്നെ ആ ഷിപ്പിന്റെ അന്തരീക്ഷഘടന മൊത്തം ഭൂമിയിലേതുപോലെ ആക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ ലൂയിസിന് ഇപ്പോൾ ശ്വസിക്കാൻ ആ മാസ്കിന്റെ ആവശ്യമില്ല. അങ്ങനെ അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാൾ അവളെയും കൊണ്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അതിനിടയിൽ ഒരുപാട് പേര് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അവരെ എല്ലാം അവിടെ നിന്ന് ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം അയാൾ ലൂയിസിനെയും കൊണ്ടിട്ട് നേരെ ഒരു പേടകത്തിന്റെ അടുത്തേക്കാണ് കൊണ്ടുവന്നത്. അവൾ അതിനകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അയാൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഈ സോഡിന്റെ ഈ പ്ലാൻ എല്ലാം നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഫാൻറ്റം ഡ്രൈവ് എന്നൊരു സാധനം ആവശ്യമുണ്ട്. ആ കാര്യം ക്ലാർക്കിനെ ഒന്ന് ഓർമ്മിപ്പിക്കണം എന്നാണ് അയാൾ ഇപ്പോൾ അവളോട് പറയുന്നത്. അതിനുശേഷം അവൾ വേഗം തന്നെ ആ ഷിപ്പിൽ കയറി ഭൂമിയിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ അടുത്തതായിട്ട് അയാൾ നേരെ ചെല്ലുന്നത് ക്ലാർക്കിന്റെ അടുത്തേക്കാണ്. ആ ഷിപ്പിലെ അന്തരീക്ഷ ഘടനയൊക്കെ മാറിയതുകൊണ്ട് തന്നെ അവന്റെ പവർ ഒക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അയാളുടെ നിർദ്ദേശപ്രകാരം അവൻ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ചുമരൊക്കെ ഇടിച്ച് തകർക്കുന്നു. അതിനുശേഷം വേഗം തന്നെ ലൂയിസിന്റെ പുറകെ പോവാണ്. ലൂയിസ് ആണെങ്കിൽ വളരെ വേഗത്തിൽ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവൾ താഴെ വീഴുന്നതിന് മുമ്പ് തന്നെ സൂപ്പർമാൻ വേഗം പറഞ്ഞു എന്നിട്ട് അവളെ ആ പോഡിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ കഷ്ടിച്ച് അവളിപ്പോ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ സോഡും ടീമും നേരെ ചെല്ലുന്നത് ക്ലാർക്കിന്റെ അമ്മയുടെ അടുത്തേക്കാണ്. ആ കോടൊക്കെ എവിടെയാണെന്ന് ചോദിക്കാനാണ് അവരങ്ങോട്ട് ചെന്നിരിക്കുന്നത്. പക്ഷെ അവന്റെ അമ്മയ്ക്കൊന്നും അറിയാത്തതുകൊണ്ട് അവനെ അവർക്ക് കിട്ടിയ ആ ഷിപ്പാണ് അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ തിയോറ വേഗം ചെല്ലുന്നത് ആ ഷിപ്പിന്റെ അടുത്തേക്കാണ്. പക്ഷെ അവൾ അവിടെ പരിശോധിക്കുമ്പോൾ ആ കോടൊക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് സോഡിന്റെ അടുത്തേക്ക് തന്നെ വരുന്നു. ആ കോടൊക്കെ അവിടെ ഇല്ലാന്ന് മനസ്സിലാവുമ്പോൾ സോഡിനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അയാൾ ഉടനെ തന്നെ ക്ലാർക്കിന്റെ വീട് മൊത്തം നശിപ്പിച്ചു കളയാണ്. അതിനുശേഷം വീണ്ടും അവന്റെ അമ്മയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് നടക്കുന്നു. പെട്ടെന്നാണ് സൂപ്പർമാൻ വളരെ വേഗത്തിൽ അങ്ങോട്ട് പറന്നു വരുന്നത്. അതിനുശേഷം സോഡുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറെ നേരത്തെ ഫൈറ്റിനിടയിൽ സോഡിന്റെ മാസ്ക് തകർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് അവരുടെ ഷിപ്പ് അങ്ങോട്ട് വന്നിട്ട് സൂപ്പർമാനെ ഇടിച്ച് തെറിപ്പിക്കുന്നത്. അതിനുശേഷം വേഗം സോഡിനെയും കൊണ്ട് അവിടെ നിന്ന് പറന്നു പോകുന്നു. സോഡ് അവിടെ നിന്ന് പോയെങ്കിലും തിയോറയും ടീമും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അവരവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ സൂപ്പർമാൻ ആണെങ്കിൽ നേരെ ചെന്ന് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മിലിറ്ററി ഫോഴ്സ് മൊത്തത്തിൽ അങ്ങോട്ട് വരുന്നത്. അവരങ്ങോട്ട് എത്തിയ ഉടനെ തന്നെ സൂപ്പർമാനെ അടക്കം ബാക്കി രണ്ടുപേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ തിയോറയും മറ്റവനും കൂടെ ആ മിലിറ്ററിക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ആ ഫൈറ്റിനിടയിൽ ഒരു ഹെലികോപ്റ്റർ തകർന്ന് താഴേക്ക് വീഴുന്നുണ്ട്. അത് കാണുന്ന സൂപ്പർമാൻ ആണെങ്കിൽ വേഗം തന്നെ പറഞ്ഞു ചെന്നിട്ട് അതിനകത്തുണ്ടായ ആളുകളൊക്കെ രക്ഷിക്കുന്നു. ഈ സമയം തിയോറ നേരെ ചെല്ലുന്നത് ആ പട്ടാളക്കാരുടെ കേണലിന്റെ അടുത്തേക്കാണ്. അവൾ ഒരു കത്തി വെച്ചിട്ട് അയാളെ കുത്താൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് സൂപ്പർമാൻ അങ്ങോട്ട് പറന്നു വന്നിട്ട് അവളെ ഇടിച്ച് തെറിപ്പിക്കുന്നത്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഇടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവളുടെ ഹെൽമെറ്റ് പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ട്. ഈ സമയത്താണ് അവളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ ഒരു ട്രെയിനിന്റെ എഞ്ചിൻ എടുത്ത് സൂപ്പർമാന്റെ നേർക്ക് എറിയുന്നത്. അത് ദേഹത്ത് വന്ന് ഇടിക്കുമ്പോൾ അവൻ ദൂരേക്ക് തെറിച്ചു വീഴാണ്. അതോടൊപ്പം തന്നെ പട്ടാളക്കാരയച്ചൊരു മിസൈൽ അങ്ങോട്ട് വരുന്നുണ്ട്. അത് തിയോറയുടെ ദേഹത്തേക്കാണ് വീഴുന്നത്. അതോടൊപ്പം തന്നെ അവളും തെറിച്ചു പോകുന്നു. ഈ സമയമാകുമ്പോഴേക്കും സോഡിന്റെ ഒരു ഷിപ്പ് അങ്ങോട്ട് വരുന്നു. അതിൽ നിന്ന് ഇറങ്ങുന്ന ഒരുത്തൻ വേഗം തന്നെ തിയോറയും പൊക്കിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറന്നു പോകുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആ പട്ടാളക്കാരൊക്കെ നേരെ ചെല്ലുന്നത് സൂപ്പർമാൻ വീണെടുക്കുന്ന സ്ഥലത്തേക്കാണ്. അവനെ കാണുമ്പോൾ അവരെല്ലാവരും അവനെ നേർക്ക് തോക്കിയുണ്ടെന്നുണ്ട്. അത് കാണുന്ന കേണലിൽ സംസാരിക്കാൻ തുടങ്ങി. അരുത്, ഇനി നമ്മൾ ഇവനെ ഉപദ്രവിക്കാൻ പാടില്ല. ഇവൻ നമ്മുടെ ശത്രുവല്ല, മിത്രമാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അയാൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ പട്ടാളക്കാരെല്ലാം തോക്ക് താഴ്ത്തുകയാണ്. അതെല്ലാം കാണുമ്പോൾ സൂപ്പർമാന് ശരിക്കും സന്തോഷമായി. അവൻ കേണലിനോട് ഒരു താങ്ക്സ് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറന്നു പോകുന്നു. ഇതേ സമയം തന്നെ സോഡിന്റെ ഷിപ്പിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അതിലൊരാൾ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് അയാൾ ഇത്രയും സമയമായിട്ടും ആ കോഡൊക്കെ എവിടെയാണെന്ന് അന്വേഷിക്കുകയായിരുന്നു. അയാൾ സൂപ്പർമാന്റെ ബ്ലഡ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ആ കോഡൊക്കെ ഇപ്പോൾ അടങ്ങിയിരിക്കുന്നത് അവന്റെ ശരീരത്തിലാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആ കാര്യമാണ് അയാൾ ഇപ്പോൾ സോഡിനോട് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവനെ കൊന്നിട്ടാണെങ്കിലും ആ കോഡൊക്കെ നമുക്ക് എടുത്തേ പറ്റൂ എന്നാണ് അയാൾ പറയുന്നത്. അതിനുശേഷം ആ വേൾഡ് എഞ്ചിനൊക്കെ ഭൂമിയിലേക്ക് അയക്കാനാണ് അയാൾ ഓർഡർ ഇടുന്നത്. ഈ വേൾഡ് എഞ്ചിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോണിലെ ആളുകൾക്ക് ഭൂമിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഭൂമിയിലെ അന്തരീക്ഷം മൊത്തം ക്രിപ്റ്റോണിന്റേത് പോലെ ആവണം. അങ്ങനെ ആക്കിയെടുക്കുന്ന എഞ്ചിനാണ് ഈ വേൾഡ് എഞ്ചിൻ എന്ന് പറയുന്നത്. രണ്ടെണ്ണം അവർ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. ഒന്ന് അമേരിക്കൻ സിറ്റിയിലേക്കും ഒരെണ്ണം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുമാണ് അയക്കുന്നത്. അങ്ങനെ രണ്ട് വേൾഡ് എഞ്ചിനും അതിന്റെ പണി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെ സ്വാധീനിച്ചിട്ട് അതിന്റെ മാസ് കൂട്ടും. അങ്ങനെ ഭൂമി മൊത്തം ടെറാഫോം ചെയ്തിട്ട് അത് ക്രിപ്റ്റോണിന്റെ അന്തരീക്ഷമായിട്ട് മാറ്റുകയാണ് അത് ചെയ്യുക. ആ പണിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ആ സിറ്റി മൊത്തത്തിൽ തകർന്നു പോകുന്നുണ്ട്. ഇതേ സമയം സൂപ്പർമാനും ടീമും കൂടെ അതെങ്ങനെ നശിപ്പിക്കണം എന്നുള്ള ചർച്ചയിലാണ്. സൂപ്പർമാന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ആ ഫാൻറ്റം ഡ്രൈവിന്റെ കാര്യം ലൂയിസ് അവനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഫാൻറ്റം ഡ്രൈവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് ആ വേൾഡ് എഞ്ചിന് എനർജി കിട്ടുന്നത്. ആ ഫാൻറ്റം ഡ്രൈവ് ക്ലാർക്ക് ആദ്യം ഭൂമിയിലേക്ക് വന്ന ഷിപ്പിനകത്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആ ഷിപ്പുമായിട്ട് സോഡിന്റെ ഷിപ്പിനെ കൂട്ടിയിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ബ്ലാക്ക് ഹോൾ ആണ് രൂപം കൊള്ളുക. അതോടൊപ്പം തന്നെ അവരുടെ ഷിപ്പിനെ മൊത്തമായിട്ട് അത് അകത്തേക്ക് വലിച്ചെടുത്തോളും. ഇങ്ങനെ ചെയ്യാനാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സൂപ്പർമാൻ ആദ്യം തന്നെ പറന്നു പോകുന്നത് ഒരു വേൾഡ് എഞ്ചിന്റെ അടുത്തേക്കാണ്. ആ വേൾഡ് എഞ്ചിന്റെ അടുത്തേക്ക് പറന്നു പോകുമ്പോൾ കുറെ ടെന്റക്കിൾസ് വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും അതിനൊക്കെ ഇടിച്ചിട്ടതിന് ശേഷം വളരെ വേഗത്തിൽ അവൻ ആ ഷിപ്പിന് നേർക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവൻ ആ ഷിപ്പ് പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയുന്നു. ഇനിയിപ്പോൾ ഒരു ഷിപ്പ് കൂടെ ബാക്കിയുണ്ട്. അത് തകർക്കാനാണ് സൂപ്പർമാൻ ഭൂമിയിലേക്ക് വന്ന ആ ഷിപ്പ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ മിലിറ്ററിയുടെ ഒരു വിമാനത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ ആ കീ വേണം. അത് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് പെട്ടെന്ന് തിയോറ അങ്ങോട്ട് വരുന്നത്. അവൾ അവിടെയുള്ള മുഴുവൻ ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കീ പൂർണ്ണമായിട്ട് അതിൽ താഴ്ന്നെങ്കിൽ മാത്രമേ ആ ഷിപ്പ് വർക്ക് ആവത്തുള്ളൂ. അവിടെ വീണ് കിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ശ്രമത്തിലാണ്. അയാൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് ആ കീ മൊത്തമായിട്ട് അതിലേക്ക് താഴ്ത്തുന്നു. അതോടൊപ്പം തന്നെ ആ കേണലാണെങ്കിൽ ആ പ്ലെയിൻ ഓടിച്ചുകൊണ്ട് നേരെ ആ ഷിപ്പിൽ ചെന്ന് ഇടിക്കുകയാണ്. അങ്ങനെ സോഡിന്റെ ആ ഷിപ്പും പൂർണ്ണമായിട്ടും പൊട്ടി തകർന്നു പോകുന്നു. ഈ സമയം പ്ലെയിനിൽ നിന്നും ലൂയിസ് താഴേക്ക് വീഴുന്നുണ്ട്. അവൾ വളരെ വേഗത്തിൽ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന സൂപ്പർമാൻ ആണെങ്കിൽ വേഗം തന്നെ പറന്നു നിന്നിട്ട് അവളെ പിടിക്കുകയാണ്. അപ്പോഴേക്കും അവിടെയുള്ള ആ ബ്ലാക്ക് ഹോൾ ആ ഷിപ്പിന്റെ ഭാഗങ്ങളെല്ലാം അതിനകത്തേക്ക് വലിച്ചെടുക്കുന്നു. അതിൽ നിന്നെല്ലാം കഷ്ടിച്ച് രക്ഷപ്പെട്ട് സൂപ്പർമാൻ ലൂയിസിനെയും കൊണ്ട് ഭൂമിയിൽ ലാൻഡ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ ഭീഷണികളും അവസാനിച്ചെങ്കിലും സോഡ് ഇപ്പോഴും ബാക്കിയുണ്ട്. അവൻ വീണ്ടും എഴുന്നേറ്റ് അവിടെയൊക്കെ നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അത് കാണുന്ന സൂപ്പർമാൻ ആണെങ്കിൽ വേഗം പറന്നു നിന്നിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു കിടിലം ഫൈറ്റ് ആണിത്. കുറെ നേരത്തേക്ക് ഇത് നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഫൈറ്റിന്റെ ഇടയിൽ അവർ നേരെ തെറിച്ചു വീഴുന്നത് ഒരു ഹാളിന്റെ അകത്തേക്കാണ്. അവിടെ കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. സൂപ്പർമാനെ മാനസികമായിട്ട് തളർത്തി കഴിഞ്ഞാൽ തനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് സോഡിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് നേരെ അയാൾ ആ ലേസർ ഫയർ ചെയ്യാൻ തുടങ്ങി. സൂപ്പർമാൻ ആരെയും കൊല്ലാത്തതാണ്. പക്ഷെ തന്റെ ജനങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ സൂപ്പർമാൻ പെട്ടെന്ന് തന്നെ അവന്റെ കഴുത്ത് പിടിച്ച് ഓടിച്ചു കളയുന്നു. അതോടൊപ്പം തന്നെ സോഡ് മരിച്ച് താഴേക്ക് വീഴാണ്. അവനെ കൊന്നെങ്കിലും സൂപ്പർമാന്റെ ദേഷ്യം അങ്ങോട്ട് കെട്ടടങ്ങുന്നില്ല. അവൻ ഉറക്കെ അലറാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ലൂയിസ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൾ വേഗം തന്നെ ചെന്നിട്ട് അവനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു. സൂപ്പർമാൻ അടുത്തതായിട്ട് പോകുന്നത് ഗവൺമെന്റ് അവനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മൊത്തം തകർക്കാൻ വേണ്ടിയിട്ടാണ്. അത് തകർക്കുന്ന കാണുമ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഒരു പട്ടാളക്കാരൻ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ പറയുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. എനിക്ക് എന്റെ രീതിയിൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങളുടെ ഗവൺമെന്റിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അവൻ പറയുന്നത് സമ്മതിക്കാന്നല്ലാതെ അയാൾക്ക് മറ്റൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അയാൾ. ഇനിയിപ്പോ സൂപ്പർമാൻ ഒരു ജോലി വേണം. അതിനുവേണ്ടി അവൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആ ഡെയിലി പ്ലാനറ്റ് എന്ന ന്യൂസ് ചാനലാണ്. കാരണം അവിടെ നിൽക്കുമ്പോൾ സിറ്റിയിൽ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ആദ്യം അവൻ അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് അവൻ ആ ന്യൂസ് ചാനൽ തെരഞ്ഞെടുത്തത്. ഇന്നത്തെ ദിവസം അവൻ അവിടെ റിപ്പോർട്ടറായിട്ട് ജോയിൻ ചെയ്യാണ്. ലൂയിസ് അവിടെ നിൽക്കുന്നുണ്ട്. അവനെ കാണുമ്പോൾ എന്റെ പേര് ലൂയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവനെ പരിചയപ്പെടുത്തതാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവൾ അഭിനയിക്കുന്നൊക്കെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളിയായിരുന്നില്ലേ? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒരു 200 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ കിടലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.